അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാസ്ത മഷ്റൂം ക്രീമാണ് കേട്ടോ. അതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കുക്കിംഗ് ക്രീമുണ്ട്, ഗ്ലാസ് ചീസുണ്ട്, മഷ്റൂം ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും, പിന്നെ നമ്മുടെ നൂഡിൽസ്, അതായത് നമ്മുടെ സേമിയം അത് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ഓക്കെ, ഫ്രൈ പാനിൽ കുറച്ച് ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരണം. വാടിയിട്ടുണ്ട്. മഷ്റൂം അരിഞ്ഞത് അതിൻ്റെ കൂടെ ഇടാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ച് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ, ടേസ്റ്റിനാണ്. മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പപ്പടിക്ക, കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിക്കുക, കുറച്ച് ഗ്ലാസ് പീസ്, മിക്സാക്കുക. ഒന്ന് ക്ലിക്കായി വരും കേട്ടോ. ചീസ് ക്രീം ഇട്ടപ്പോൾ ഒന്ന് ക്ലിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം മസാല റെഡിയായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മാഗി ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പൊക്കെ ഓൾറെഡി കാണും. അത് മാത്രമല്ല ചീസിലും കുറച്ച് ഉപ്പ് കാണുമല്ലോ, ടേസ്റ്റ് നോക്കി ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് പാർസലി ഇടുന്നു കേട്ടോ. പാർസലി വെച്ചാൽ ബഗ്ദുനുസ് ആണ് കേട്ടോ. അറബിയിൽ ബഗ്ദുനുസ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പാർസലി. നമ്മുടെ മസാല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ നമുക്ക് ചേർക്കണം. ഓക്കെ, ഞാൻ കുറച്ച് ഫാരക്സോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് കുറച്ച് പാത്രത്തിലോട്ടാക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത് നമുക്ക് മഷ്റൂം സോസ് അതിൽ കൂടെ ഒഴിക്കാം. ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നൂഡിൽസിൻ്റെ മീതെ കുറച്ച് മഷ്റൂം ചീസൊക്കെ വെച്ച് കൊടുത്താൽ സൂപ്പറായിരിക്കും. വൈകിട്ടത്തെ ഫുഡിന് ഇത് എളുപ്പമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക. വലിയ പണിയൊന്നുമില്ല, ഈസി പണിയാണ്. സെയിം നൂഡിൽസിൻ്റെ കുറച്ച് ചീസൊക്കെ വയ്ക്കുക. മഷ്റൂമിൻ്റെ നാട്ടിലെ എല്ലാ ഐറ്റംസൊക്കെ നാട്ടിൽ കിട്ടുമല്ലോ. അതിൽ കുറച്ച് ചീസ് മീതെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചീസ് ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഇവിടെയുള്ളവർക്ക് ചീസ് ഭയങ്കര, നമ്മൾ അറബിയൊക്കെ ചീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചൊന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എളുപ്പ പണിയാണ് കേട്ടോ. ഓക്കെ.